ഈ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട് വിജയ് ഷാ നടത്തിയ പരാമർശം, അപ്പോൾ അതിൽ ഇദ്ദേഹം വിചാരിച്ചത് ഒരു സാധാരണഗതിയിലെ പോലെ ഒരു മാപ്പൊക്കെ പറഞ്ഞ് തടിയൂരി പോകാം എന്നാണ്. പക്ഷേ ഇന്ന് സുപ്രീം കോടതി വളരെ ശക്തമായി കണക്കിന് കൊടുത്തു. വയറ് നിറച്ച് കിട്ടിയെന്ന് തന്നെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയാം. കൃത്യമായിട്ട് പറയേണ്ടത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാപ്പപേക്ഷയുമായി ചെന്നതായിരുന്നു വിജയ് ഷാ. സുപ്രീം കോടതി പറഞ്ഞു അത് മുതലക്കണ്ണീരാണ്, മാപ്പപേക്ഷയൊന്നും ഇവിടെ സ്വീകരിക്കാൻ പോകുന്നില്ല. ഉന്നതതല IPS ഉദ്യോഗസ്ഥർ 3 IPS ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായി എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കണം. ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ആൾക്ക് ഉത്തരവാദിത്തം വേണമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് BJP മന്ത്രിയോട്. അതും മധ്യപ്രദേശിന് പുറത്തുള്ള 3 IPS ഉദ്യോഗസ്ഥരെയാണ്. അതിൽ ഒരു സ്ത്രീ വേണം. കാരണം കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ഒരു സ്ത്രീക്കെതിരെയാണ് അത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശം മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലൊരു പരാമർശം ഉണ്ടാകുന്നത് തീർച്ചയായും തെറ്റാണ് എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്നു. ഇത് വിജയ് ഷായ്ക്ക് മാത്രമുള്ള മുന്നറിയിപ്പല്ല, ഇത് BJPക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് വിനീഷ. കാരണം ഇത്രയും മോശപ്പെട്ട ഒരു പരാമർശം നടത്തിയ ഒരു മന്ത്രിക്കെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടാൻ ഈ BJPയുടെ ദേശീയ നേതൃത്വമോ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ തയ്യാറായില്ല. ഇദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഒരനക്കവുമില്ല. അതായത് അവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ വംശീയമായ മതപരമായ അതും ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന അവർ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ട് ഈ രാജ്യസേവനം നടത്തുന്ന ഒരു കുടുംബമാണ് സോഫിയ ഖുറേഷിയുടെ. അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് പോലും ഇത്രയും മോശപ്പെട്ട ഒരു പരാമർശം BJP നേതാവിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമല്ല അവരുടെ ഒരു സമുദായത്തിന് ഒരു മതവിഭാഗത്തിന് പോലും എന്തുമാത്രം വേദന ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും BJPയെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. പക്ഷേ രാജ്യത്തെ പരമോന്നത കോടതി അത് വളരെ സീരിയസ് ആയി എടുക്കുകയാണ്. അതിൽ വളരെ കർശനമായ അന്വേഷണം നടത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാപ്പ് കോടതി എടുത്ത് ചവറ്റുകുട്ടയിൽ കളയുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. ആ വാർത്തയിലേക്ക്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാ നടത്തിയ വർഗീയ പരാമർശത്തിൽ കടുത്ത വിമർശനങ്ങളാണ് സുപ്രീം കോടതി ഉയർത്തിയത്. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് N കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വിജയ് ഷായുടെ വാദങ്ങളെ തള്ളി. സോഫിയ ഖുറേഷിക്കെതിരായി നടത്തിയ പരാമർശത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി. 3 IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടാകണമെന്നും ഇവരെല്ലാം മധ്യപ്രദേശിന് പുറത്തു നിന്നുള്ളവരാകണമെന്നും കോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് മെയ് 28-ന് ഹാജരാക്കാനാണ് നിർദ്ദേശം. അതേസമയം വിജയ് ഷായുടെ അറസ്റ്റ് കോടതി തടഞ്ഞു. സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടക്കണമെന്ന് മധ്യപ്രദേശ് DGPയോട് നിർദ്ദേശിച്ചു. ജനപ്രതിനിധിയും പൊതുപ്രവർത്തകനുമായ ഒരാൾ പ്രസ്താവന നടത്തുമ്പോൾ ഓരോ വാക്കും വിവേകത്തോടെ ഉപയോഗിക്കണമെന്നും സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയ പരാമർശത്തിൽ രാജ്യം ലജ്ജിക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. അതേസമയം കടുത്ത അധിക്ഷേപ പരാമർശം നടത്തിയിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കാനോ പ്രതികരിക്കാനോ BJP നേതൃത്വമോ പ്രധാനമന്ത്രിയോ തയ്യാറായിട്ടില്ല. പരാമർശം നടത്തിയിട്ടും കേസെടുക്കാൻ വൈകിയ മധ്യപ്രദേശ് സർക്കാരിനെതിരായ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയുള്ള സുപ്രീം കോടതിയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാരിനും BJPക്കും കനത്ത തിരിച്ചടിയാണ്. കൈരളി ന്യൂസ്, ദില്ലി.